വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത്രയും ഡ്രസ്സ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി ഞാനിത് മേടിച്ച് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ്, ഓൺലൈനായിട്ട് മേടിച്ച് യൂസ് ചെയ്തതാണ്. മീഷോ, ഫ്ലിപ്കാർട്ടിനായിട്ടാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ആൻഡ് യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ ക്രോപ്പ് ടോപ്സ് ഉണ്ട്, കുർത്തി ഉണ്ട്, ഷോർട്ട് കുർത്തി ഉണ്ട്, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസിനും അല്ലെങ്കിൽ കോളേജിലേക്ക് ഡെയിലി വെറൈറ്റി ഇടാൻ പറ്റിയ ഒരു തരം കുർത്ത സെറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗമായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ഡ്രസ്സായിട്ട് നോക്കാം. ആൻഡ് ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ക്രോപ്പ് ടോപ്പാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ എൻഡിലുള്ള ഈ ഒരു ഇത് വന്നിട്ട് നമുക്കിങ്ങനെ വലിച്ചിട്ട് മുകളിലേക്കാക്കാനും താഴേക്കാക്കാനും പറ്റിയത്. ഫ്രണ്ടിൽ ഇങ്ങനെ ലെയർ പോലെ നിൽക്കുന്ന ഒരു തരം ക്രോപ്പ് ടോപ്പാണ്. ആൻഡ് ഇത് മീഷോ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്, സൈസ് എസ് ആണ്. അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഡ്രസ്സ് വരുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഇത് നമുക്കിങ്ങനെ കൂട്ടാനല്ല കയറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കയറ്റുന്ന ടൈമിൽ ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടി ലെയർ ആയിട്ട് നിങ്ങൾക്കിങ്ങനെ കുറച്ചിങ്ങനെ ഇവിടെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്നവർക്ക് കുറച്ചുകൂടി നല്ലോണം കയറ്റിയാൽ കുറച്ചുകൂടി ഇവിടെ ലെയർ ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ നോർമലായിട്ട് ഇങ്ങനെയാണ് ഇഷ്ടം എന്നുള്ളവർക്ക് ഇങ്ങനെ വെച്ചാൽ ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ. സ്ലീവ്സ് ലെങ്ത് ഇത്രയ്ക്കാണ് വരുന്നത് ഫോർ സ്മോൾ സൈസ്. ആൻഡ് നെക്ക് വരുന്നത് റൗണ്ട് നെക്ക് ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറൗണ്ട് 200 സംതിങ് അങ്ങനെ എന്തോ ആണ്. ബിലോ 300 ആയിരിക്കും, എന്തായാലും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് ഇതൊരു കോളേജ് വെറൈറ്റിയൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സാണ് ഇത്, ഈ ഒരു കുർത്തി. ഇത് യൂസ് ചെയ്ത് ഭഗവാനെ ഇതിൻ്റെ കളറൊക്കെ ഫെയ്ഡ് ആവാൻ തുടങ്ങി. കാരണം അത്രയും പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. മീഷോന്നാണ് ഇത് മേടിച്ചിട്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ഫോട്ടോയിൽ കണ്ടതൊന്ന്, കയ്യിൽ കിട്ടിയത് വേറൊന്നായിരുന്നു. അതായത് അത്രയ്ക്കും ഡിഫറൻസ് അല്ല, പക്ഷെ എന്നാലും കുറച്ച് അത്യാവശ്യം ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതൊരു ഓക്കെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യാനൊന്നും നിന്നില്ല. ഇത് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും അല്ലെങ്കിൽ ഒരു കോളേജ് വെയർ ആയിട്ടൊക്കെ നല്ലൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കുർത്തിയൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് പോകാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് അടിപൊളിയായിരിക്കും. ആൻഡ് ഇതെങ്ങനെ ഈ ഒരു ലെങ്ത്തിലാണ് വരുന്നത്. ഞാനത് അവിടെ മറ്റേ ഇട്ട് കാണിച്ചു തരാം. നമുക്കിത് അത്രയ്ക്ക് ട്രാൻസ്പെറൻ്റ് അല്ല. ഇതിങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയി തോന്നുമെങ്കിലും വലുതായിട്ട് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല. നല്ലൊരു ഇന്നർ വെച്ച് പെയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഓക്കെ ആണ്. വലുതായിട്ട് അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവണ പോലെ നമുക്ക് തോന്നില്ല. പിന്നെ ഇത് അത്രയും യൂസ് ചെയ്ത് അത്രയും വാഷ് ചെയ്ത സ്ഥിതിക്ക് കുറച്ചൊക്കെ അത്യാവശ്യം കളർ ഫെയ്ഡ് ആവുന്നുണ്ട്. ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ലോ ക്വാളിറ്റി എന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ലൊരു മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു നല്ല പ്രൊഡക്റ്റാണ്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ കുർത്തി വെയർ ചെയ്ത് കഴിയുമ്പോഴുള്ളത്. ഓക്കെ, ഇത് റയോൺ മെറ്റീരിയലാണ്. ദെൻ ഞാൻ വാങ്ങുമ്പോൾ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ അറൗണ്ട് 250 റുപ്പീസിൻ്റെ അടുത്തായിട്ടായിരുന്നു. ആൻഡ് ഞാൻ എടുത്ത സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്. നല്ല കുർത്തിയാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് പോകണം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇടുന്ന നമ്മുടെ കുറച്ച് കംഫർട്ട് ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് എടുത്തിട്ടിട്ട് പോകാൻ പറ്റിയ എൻ്റെ ആ ഒരു ലിസ്റ്റിൽപ്പെട്ട ഒരു ഡ്രസ്സാണ് ഈ കുർത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ച് 250 റുപ്പീസ്, ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഭയങ്കര വെർത്താണ് ഗൈസ്. സോ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സാണ് ഒരു കൊറിയൻ ടോപ്പാണ് ഗൈസ്. ആക്ച്വലി ഇതിപ്പോൾ കുറച്ച് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതും എനിക്ക് നമ്മൾ ഫോട്ടോയിൽ കാണിച്ച സെയിം സാധനമേ അല്ല എനിക്ക് റിസീവ് ചെയ്തത്. ആക്ച്വലി എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സാഡ് റിട്ടേൺ ചെയ്യാൻ നിന്നതാണ്. പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഓക്കെ ആയി തോന്നി. പിന്നീട് അത് കുറച്ച് കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നീട് ഈ ഡ്രസ്സ്. അതുകൊണ്ട് ഞാൻ പിന്നെ റിട്ടേൺ ഒന്നും ചെയ്തില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ചിങ്ങനെ ട്രെൻഡ് ആവാനും തുടങ്ങിയത്. ഇത് ഇങ്ങനെയാണ് ഈ ഡ്രസ്സ് വരുന്നത്. സോ നമുക്കിത് ഇട്ട് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത്. കുറച്ച് ക്യൂട്ടായിട്ടുള്ളൊരു കൊറിയൻ ടോപ്പ് മോഡൽ അങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറൗണ്ട് 300 റുപ്പീസ് തന്നെയാണ്. നെക്ക് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് വരുന്നത്. ആൻഡ് സ്ലീവ്സ് ഒക്കെ ഇത് ഇങ്ങനെ ഒരു മോഡലാണ്. നിങ്ങൾക്ക് കുറച്ച് ഞാനിങ്ങനെ അടുത്തുനിന്ന് ഇതിൻ്റെ മെറ്റീരിയൽ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഞാനിതിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ ലെങ്ത്തിൽ കിടക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കോളേജിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഇതിനെ ഇൻസേർട്ട് ചെയ്തിട്ട് വെക്കും. മീൻസ് ഈ ഒരു ലെങ്ത്തിന് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ക്രോപ്പ് ടോപ്പ് പോലെ ആക്കിയിട്ടാണ് ഞാൻ സാധാരണ വെയർ ചെയ്യാറുള്ളത്. ബാക്കിലും അതുപോലെ ഞാൻ ഈ ഒരു ലെങ്ത്തിൽ ഇങ്ങനെ മടക്കി ഇൻസേർട്ട് ചെയ്തിട്ട് വെക്കും. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പ് മോഡലായിട്ടാണ് ഞാൻ സാധാരണ ഇട്ടിട്ട് പോവുക. എനിക്ക് ഇങ്ങനെ നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോളിസ്റ്റർ ആണ്.
കുറച്ച് ചൂടെടുക്കും ഗൈസ്, അങ്ങനത്തെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നമ്മൾ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇതിൻ്റെ റിവ്യൂ ഇട്ടതാണ്. ബട്ട് എന്നാലും ഞാനിപ്പോൾ ഇതിലും കൂടെ പറയാം, കാരണം ഇത് കുറച്ചിപ്പോൾ ട്രെൻഡാണല്ലോ. ട്രെൻഡ് ആക്ച്വലി ഇത്തിരി കഴിയാനായി, അത് വേറെ കാര്യം. ഇങ്ങനത്തെ ഒരു നല്ലൊരു ഷോർട്ട് കുർത്തിയാണ് ഗൈസ്, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ആൻഡ് ഇതിൻ്റെ സ്ലീവ്സ് ഒക്കെ വരുന്നത് ഇങ്ങനെ കുറച്ച് അറ്റത്ത് ലൂസ് മോഡൽ ആയിട്ടുള്ളതാണ്. ഞാൻ ആക്ച്വലി ഇത് അടിച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു അളവിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സാധനമാണ് കിട്ടുക, നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കളർ ഫെയ്ഡ് ആവും. ആൻഡ് ഇതും ഞാൻ മീഷോന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിത് ഇട്ട് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ അവർ ഡ്രസ് കംസ്. നല്ല അടിപൊളിയാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ഇത് സ്കൈ ബ്ലൂ ജീൻസിൻ്റെ ഒപ്പം പെയർ ചെയ്യും. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ പറയുന്നത് കോട്ടൺ ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ബിലോ 250 ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് 10 വി ക്യാൻ റേറ്റ് ദീസ് 7 ഫോർ ക്വാളിറ്റി. ഇടുമ്പോഴൊക്കെ പക്ഷെ ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുർത്തിയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഡ്രസ്. സോ നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ് പറയുന്നത് കുറച്ച് നമുക്ക് ഫങ്ഷൻസിനും പക്ഷെ എന്നാൽ കോളേജിലേക്കും ഒക്കെ ഇടാൻ പറ്റിയൊരു നല്ലൊരു ഡ്രസ്സാണ് ഗൈസ്. ഈ ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണിത്. ആൻഡ് ഇതൊരു കുർത്തിയാണ്, ഫുൾ ലെങ്ത് കുർത്തിയാണ്, സ്ലീവ്ലെസ് ആണ്. പിന്നെ അതുപോലെ ഇതിലൊരു ദുപ്പട്ട കിട്ടും. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം ഗൈസ്, ഇത് ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയാണ്, അതൊക്കെ ഓക്കെ. പക്ഷേ ഈ ദുപ്പട്ടൻ്റെ ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണ്. ഇത് ശരിക്കും മീഷോന്ന് മേടിച്ചതാണ് പറയില്ല, കാരണം അത്രയ്ക്കും അടിപൊളി ക്വാളിറ്റിയാണ് ഈ ദുപ്പട്ടയ്ക്ക്. ഈ ലേസുകളൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഇതിൻ്റെ പ്രിൻറ്റിങ്സും ഓക്കെയാണ്. പക്ഷെ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവായ പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറെ ചെയ്ത് നോക്കാം. ഓക്കെ, ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഗൈസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് 350 ആണ്. 350 റുപ്പീസിന് വിത്ത് ദുപ്പട്ട. ആൻഡ് ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ഡ്രസ്സ്. ആൻഡ് ഇതിന് ഈ ടോപ്പിൻ്റെ ഉള്ളിൽ ലൈനിങ് ഉണ്ട് ഗൈസ്, വിത്ത് ലൈനിങ് ആൻഡ് ദുപ്പട്ട, അതും ഇത്രയും ക്വാളിറ്റിയിൽ 350 റുപ്പീസിന്. ഇറ്റ്സ് അമേസിങ്. ആൻഡ് ഇതിന് ടോപ്പ് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് നെക്കാണ് വരുന്നത്. ആൻഡ് ബാക്കിൽ ലേസ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ലെങ്ത്തുള്ള ലേസാണ്, ക്വാളിറ്റിയും ഉണ്ട് ഗൈസ്. ആൻഡ് ഇതിൻ്റെ ലെങ്ത് എന്ന് വേണമെങ്കിൽ ആക്ച്വലി ഫുൾ ലെങ്ത് ഉണ്ട്. എനിക്ക് ഈ ക്യാമറയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇതിനോട് ഒരു പാൻറ് വേണം, ഇതിന് സൂട്ടുള്ള ഒരു പാൻറ് വേണമെന്നില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ലെഗിൻസ് ഇട്ടാലും അങ്ങനെ അറിയാമുള്ളൂ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇതിൽ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുന്ന ടൈമിൽ. ഞാനതിനെ സ്റ്റിച്ച് ചെയ്ത് ചെറുതാക്കിയതാണ്, മടക്കി അടിച്ചതാണ്. അതിന് അടുത്ത സൈസ് എന്ന് പറയുന്നത് എക്സ്ട്രാ സ്മോളാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആക്ച്വലി ഇതൊരു മസ്റ്റ് ബൈ ഡ്രസ്സാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും വർത്ത് ആയിട്ടുള്ള ഡ്രസ്സ്, ഇറ്റ്സ് സോ അമേസിങ്. സോ പ്ലീസ് ഗോ ഫോർ ഇറ്റ് ഗൈസ്. ഈ ഷോള് വിളിച്ചവിടേക്ക് വരില്ല ഗൈസ്, കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഷോള് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫ്ലിപ്കാർട്ട് മീഷോയിലായിട്ടാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുള്ളത്. ആൻഡ് ഞാൻ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ കൂടി ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ആക്ച്വലി 10/10 ഡ്രസ്സാണ്, കാരണം അത് മസ്റ്റ് ബൈ ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് ഒരു ക്രോപ്പ് ടോപ്പാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞത്, അതും പോയി കാണണം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.